ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നിട്ട് ഹിജാബ് റോളിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹെയർ നന്നായിട്ട് ചീകി കൊടുക്കുക, ചീകി കെട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് ക്രാബ് ഇടാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഇപ്പോൾ ക്രാബില്ല നമുക്ക്, അതുകൊണ്ട് ഞാൻ ഹെയർ ബണ്ണാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഹെയർ ബണ്ണ് വെച്ചിട്ട് ഹെയർ മൊത്തം അതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് യൂപ്പിന്നെ വെച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹെയറൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ നമ്മൾ ടർബൻ ചുറ്റി കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ടർബൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ഷോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ഷോൾ വേണമെങ്കിലും എടുക്കാം, എന്നാലും കോട്ടൻ്റെ മെറ്റീരിയൽ എടുക്കാൻ ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടർബൻ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് തലേന്ന് ഇങ്ങനെ ലൂസായിട്ട് പോരും. അപ്പോൾ നമ്മൾ ടർബൻ നന്നായിട്ട് മുട്ടുപിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹിജാബൊക്കെ ചെയ്യുന്ന ടൈമിൽ ബ്രൈഡ് അന്നത്തെ ദിവസം രാവിലെ കുളിക്കാതെ ഇരിക്കാട്ടോ നല്ലത്. അതായത് തലേന്ന് കുളിക്കായിരിക്കും ഏറ്റവും നല്ലത് കിടക്കുന്ന ടൈമിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹിജാബൊക്കെ ചുറ്റുന്ന ടൈമിൽ പലർക്കും നീരിറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തലവേദനയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പരമാവധി നമ്മൾ തലേന്ന് തന്നെ കുളിച്ചിട്ട് കിടക്കാൻ നോക്കുക, അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റിട്ട് കുളിക്കുക. അപ്പോൾ നമ്മൾ ടർബനൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്ലൈഡ് വെച്ചിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഒരു 4-5 സ്ലൈഡ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക, കുത്തി കൊടുക്കുക നല്ല ടൈറ്റ് ആക്കിയിട്ട്. ആൾക്ക് ചൂട്ടി ഉണ്ടായിരുന്നു, പക്ഷെ ആൾ ചൂട്ടി വേണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഒരു അറബിക് ലുക്കാണ് ആൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മേക്കപ്പ് ആണെങ്കിലും ഹിജാബ് ആണെങ്കിലും. ആളുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒരു വൈറ്റ് ഗൗണായിരുന്നു, അതിലോട്ട് മാച്ചായിട്ട് ഒരു മേക്കപ്പാണ് ആൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൾക്ക് ഫ്രണ്ടിൽ കുറച്ച് ബേബി ഹെയർസ് ഉണ്ടായിരുന്നു കേട്ടോ, നെറ്റിമേ. അപ്പോൾ അതൊക്കെ നമ്മൾ വാർന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആളുടെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് മേക്കപ്പും അതുപോലെ തന്നെ ഹിജാബായിരുന്നു. ഹിജാബ് പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം ആളൊരു പ്രിഫറൻസ് പിക്കൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അറബിക് ലുക്കാണ് ആൾ മൊത്തത്തിൽ, ടോട്ടലി ഒരു അറബിക് ലുക്കാണ് ആൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷൻ, അതായത് ഹിജാബിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ നമ്മൾ ബ്രൈഡിനെ കൊണ്ട് തന്നെ നമ്മൾ എടുപ്പിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ഹിജാബ് റോൾ ചെയ്യുന്നത് ലെയറായിട്ടാണ്, ഓരോരോ ചെറിയ ചെറിയ ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ഹിജാബ് റോളിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഫുൾ വീഡിയോ ചെയ്യുമെന്ന്. അതാണ് ഞാൻ ടർബൻ സെറ്റ് ചെയ്യുന്നത് മുതലേ വീഡിയോ അപ്ലോഡ് ചെയ്തത് കേട്ടോ. ആളുടെ ലെക്ക് അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. എന്നാലും ചോക്കർ വരുന്നതുകൊണ്ട് തന്നെ ഹിജാബ് നല്ല ടൈറ്റായിട്ട് ചുറ്റിയാൽ മതിയെന്ന് ആൾ നമ്മളോട് പറഞ്ഞത്. ശേഷം നമ്മൾ ഓരോ ലെയറായിട്ട് എടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ഹിജാബ് റോൾ ചെയ്യാനെടുക്കുമ്പോൾ മെറ്റീരിയൽ ശ്രദ്ധിക്കണം. നമ്മൾ ഒന്നില്ലെങ്കിൽ ജോർജറ്റിൻ്റെ അല്ലെങ്കിൽ ഷിഫോണിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ആൾ വേറൊരു ഷാളാണ് കേട്ടോ ചുറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ കൊടുക്കുന്ന ഷാളായിരുന്നു അതെന്ന് ആൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നൊരു ഹിജാബ് വെച്ചിട്ടാണ് നമ്മൾ റോൾ ചെയ്തത്. എന്തായാലും അത് ഡ്രസ്സിലോട്ട് നന്നായിട്ട് മാച്ചായിട്ടുള്ള ഹിജാബായിരുന്നു. ഓരോരോ ലെയർ എടുത്തിട്ട് നന്നായിട്ട് പിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് വൃത്തിക്ക് ചെയ്യണം. ശേഷം നമ്മൾ അതുപോലെ തന്നെ മറ്റേ സൈഡും ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലെയർ ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് പിൻ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് ലൂസായി പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ലെയർ ചെയ്യുക കേട്ടോ.
അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും ഈക്വലായിട്ട് ലെയർ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന പോർഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനോട് 1-2 പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ പിന്ന് വെച്ചിട്ട് സാധാ നോർമൽ പിന്ന് വെച്ചിട്ട് ബാക്കിലോട്ട് കാണാത്ത രീതിയിൽ കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ ചോക്കർ സെറ്റ് ചെയ്യട്ടെ. ആളുടെ ഔട്ട്ഫിറ്റിലോട്ട് മാച്ചായിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സ് തന്നെയാണ് ആൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ലെയർ ഒന്നും കൂടി കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്നും കൂടെ ടൈറ്റ് ചെയ്തിട്ട്. അറബിക് ലുക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്രൗണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സെറ്റ് ചെയ്യാനുണ്ടാവും. അത് നമ്മൾ നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ പിൻ ചെയ്തിട്ടോ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നെറ്റ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഒന്നില്ലെങ്കിൽ അത് നന്നായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് നന്നായിട്ട് സൂചി വെച്ച് തുന്നി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആളുടെ ഹിജാബും അതുപോലെ തന്നെ മേക്കപ്പും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. मैंने सोचा था ऐसे ही हुआ. थैंक यू. जैसे मैंने इमेजिन किया था ना ऐसे ही हुआ. थैंक यू.